ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കൂർഗിൽ വന്നിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നുണ്ട് ഗോൾഡൻ ടെമ്പിൾ കൂർഗിലുള്ള. അപ്പോൾ നമ്മൾ കോളേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്തായിരുന്നു പരിപാടിയും കാര്യങ്ങളെന്നൊക്കെ. നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. ഓക്കെ, സോ നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളിലോട്ട് കയറണുണ്ടോ. ഇതിലൊക്കെ കുറേ ഡ്രോയിങ്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബുദ്ധമത വിശ്വാസികളുടെ ഒരു അമ്പലമാണിത്. ഇൻറ്റീരിയറിലൊക്കെ അവരുടേതായ ശൈലിയിൽ ചെയ്തേക്കുന്നത് നല്ല ഡിസൈനും കാര്യങ്ങളുണ്ട്. കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ. സോ നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായി ഗൈസ് ഗോൾഡൻ ടെമ്പിൾ? ഇനി എല്ലാവരും കൂടി ഈ സ്ഥലത്ത് വരില്ല, അത് ഉറപ്പാണ്. ഡാഡി വിടും, ഡാഡി വിടും. നീ പൈസ ഡാഡി വിടുവോ? ഡാഡി വിടുവോ? കോളേജിൽ നിന്ന് ഇട്ടു കരഞ്ഞിട്ടല്ലേ, നല്ല അന്തസ്സായിട്ട് കരഞ്ഞിട്ടല്ലേ കരഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു, എനിക്ക് പോകണം. അപ്പം നമ്മളങ്ങനെ പോണേണ് ഗോൾഡൻ ടെമ്പിൾ. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം എടുത്ത്. എനിക്കിതിനെ കുറിച്ച് അറിയില്ല, ഞാൻ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ എടുത്ത് പറഞ്ഞ്. നേരത്തെ എന്നെ കളിയാക്കിയിരിക്കും. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞല്ല, ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമില്ല. അപ്പം വരെ നീ കാണണ്ടാന്ന് പറഞ്ഞില്ലേ, എന്നെ കളിയാക്കിയിരിക്കും. നമ്മുടെ ബാക്കിൽ ഗോൾഡൻ ടെമ്പിൾ. അതെ അതെ
ഫ്ലോകളയില് നമ്മളങ്ങനെ നേരെ ഇനി ബാംബു ഫോറസ്റ്റിലോട്ട് പോകണേ. കൂർഗ് കുറച്ചുണ്ടാവും ഇവിടെ അടുത്തറി എല്ലാ സ്പോട്ടും അടുത്തടുത്ത അക്കുസെട്ടാ പിന്നെ ഇവിടെ ബുദ്ധിസ്റ്റുകളെയൊക്കെ പറയണത് ലാമയെന്നുണ്ടോ, ലാമ. ഇവരെ കുറിച്ച് ഇവരെ ഡീറ്റെയിൽസ് വല്ലതും നിങ്ങൾക്ക് അറിയാം? എനിക്കറിയില്ല. ടിബറ്റൻസ് ആണ്. ടിബറ്റൻസ് സ്ഥലം മാറി ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങനെ ഇവിടെ അമ്പലമൊക്കെ പണിത് അവരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ആചാരപൂർവ്വം എല്ലാം കഴിച്ചുകൊണ്ട് വന്നു. നല്ല ഫോട്ടോ ഉണ്ട്. അവരുടെ ബിൽഡിങ്സ് ആണ് ഇതെല്ലാം കാണുന്നത്. ഇതാണ് എൻ്റെ കവാടം. ഒരു 3-4 വർഷം മുമ്പ് വരാൻ നേരത്തുള്ള ചുറ്റും കടകളാണ് ഇവിടെ. ഈ ബിൽഡിങ്സ് ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. എടാ ഇവിടെ നിന്ന് എടുക്കാം എല്ലാരും വാ. ഫോട്ടോ എടുക്ക. 2 hours later. ഇരിക്കട്ടെ. നമ്മളങ്ങനെ ഇപ്പൊ ബാംബു ഫോറസ്റ്റ് കാണാൻ വേണ്ട. അപ്പോൾ അവിടെ ഷോപ്പിംഗ് ഏരിയയിലൂടെ നടന്ന വേണം. ഇതാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ. ഇവിടെ ഫുള്ള് ഷോപ്പിംഗ് ഏരിയ. വലിയ സംഭവമൊന്നും കുറെ നാളൊക്കെ ഉണ്ട്. കളിയാക്കുന്നോടാ എല്ലാരും കിട്ടിയില്ലേ? അപ്പൊ 11 മണിയാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ഗ്യാസ് കയറി അവിടെ നല്ല തലവേദനയുണ്ടോ ചെടിച്ചില്ലായ്മ. നമ്മളങ്ങനെ ട്രീ ഹൗസിൽ കയറാൻ പോകുന്ന സുഹൃത്തുക്കളെ. മുണ്ടെടുത്ത് ഒരു മലയാളി ഇതാദ്യമല്ല ഇവിടെ. പക്ഷെ ഞാൻ ഇവിടെ ആരെയും കണ്ടില്ലല്ലോ മുണ്ടെടുത്ത്. അടിയിൽ വന്ന സീനറി അവിടെ ഒന്ന് പിടിച്ചടോ. ആ കേട്ടേ
നമ്മളങ്ങനെ ട്രീ ഹൗസിലൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഇറങ്ങണേണ്. ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം, പഠിക്കട്ടിന് ഭയങ്കര ബലക്കുറവുണ്ട്. കുത്തനെയുള്ള കുറേയാണ്. വേണ്ട ഓക്കെ. അങ്ങനെ കിട്ടൂല, അപ്പോൾ കിട്ടും. ബാക്കിൽ കല്ല് വരുമ്പോൾ പറയണം കേട്ടോ. ഇവരെ കലാലയം കേട്ടോ. കോലാട്ട കോല് വെച്ചുള്ള ആട്ടം, അതായിരിക്കും കോലാട്ട. ഭയങ്കര ഒറിജിനാലിറ്റി ആണ്. ദൂരെ നിന്ന് കാണുമ്പോൾ ശരിക്കും ആൾക്കാരെ നിൽക്കുന്ന പോലെ തോന്നി. നമ്മളങ്ങനെ ഈ ബാംബു ഫോറസ്റ്റ് വന്നിട്ട് നമ്മൾ ബേർഡ് പാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതാണ് സംഭവം. ടിക്കറ്റ് ചാർജ് 30 രൂപ ഉണ്ടോ ഒരാൾക്ക്, അഡൽട്സിന്. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ടിക്കറ്റ് കമ്പൽസറി ആണ്. പിന്നെ ഇത് അവിടുത്തെ സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്, കന്നഡയിലാണ്. ബേർഡ് പാർക്ക്, വി ലവ് ബേർഡ്സ്. കയ്യിലെടുക്കാൻ പറ്റുമോ? ഉണ്ട. നെറ്റൊക്കിട്ടേക്കണല്ലോ. ഒട്ടകപക്ഷിനെ കാണാം നമുക്ക്. എന്തായാലും നമുക്ക് പോസ് ചെയ്ത് നല്ല ഭംഗിയേട്ടാ, നല്ല ഭംഗിയുള്ള പാരറ്റ്സ്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയ നൈസായിരുന്നു. അതിന് കയറാമെന്ന് ഓർത്ത ടിക്കറ്റൊക്കെ എടുത്തു, പക്ഷേ കയറണ പരിപാടിയൊന്നുമില്ല അല്ലേ. ഫോട്ടോയിൽ അവർ വെച്ചേക്കണ 2 ഫോട്ടോ എടുക്കാൻ ഒരു മൂടല്ലേ, അതൊന്നുമില്ലല്ലോ ഇല്ലേ. ഇതിനെ കാണാൻ ഗോൾഡൻ കോഴിയാണോടാ? കോഴിയാ മതി പറഞ്ഞത്. പലതരമുള്ള കോഴിയാണ്. നാടൻ നീ കണ്ണാടി നോക്കിയാ പോരടാ. സിൽവർ ടർക്കി. ആ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇത് ഗിനിയ. എന്റെ സിനിമ തനിക്കൊന്നാ സോ നമുക്കങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ആമയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആമേനെ കണ്ടില്ലല്ലോ. എന്റെ വീഡിയോ എടുത്തു തരൂ, എനിക്കെടുത്തോ.
അങ്ങനെ അടുത്ത് കയറാൻ പോകണം. എൻട്രി ഫ്രീ ആണ് കേട്ടോ. നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. സ്റ്റെപ്പിന്റെ താഴെ പോകരുത്. 2 minutes ടൈം കൊണ്ട് ഫോട്ടോ ശരിയാക്കിക്കോളൂ. സ്റ്റെപ്പിനാണ് താങ്ക് യു. പോയടാ പോയി. പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുക്കും. എന്താ മോനെ സുഖമല്ലേ? ഫോട്ടോ എടുത്തടാ. കൈ ഒഴിവില്ലടാ. കിട്ടണ്ട എല്ലാവരും. പോയി ഓ എനിക്ക് 3 പേരെ കിട്ടി. ഒരെണ്ണം ക്ലിയർ ആയിട്ട് എടുക്കണം. ആദ്യം ഇവര് നമ്മളെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് നടന്നു വന്നിരുന്നു. പിന്നെ അത് ശരിക്കും കാണാൻ പറ്റി. ഫോട്ടോയില് വലിയതായിരുന്നു, പിന്നെ ഇത് ചെറിയാത്താണ്. എന്നാലും കയ്യിലെടുക്കാൻ പറ്റി. നല്ല രസമില്ലേ? ഒരു 3 പാട്ട് വീഡിയോ ഇറക്കാനുള്ള പിന്നെ കണ്ണൊക്കെടാ ദാരിദ്ര്യമാണ്. വെച്ചാൽ മതി. പരത്തി വെച്ചോട്ടോ, അപ്പൊ കടിക്കാൻ കിട്ടൂല. വിരലേക്ക് അടിക്കരുത്. പാർക്കിന്റെ പേര് നിസർഗതമാന്ന ഓരോ പാർക്കുണ്ടോ വായി കിട്ടുന്ന ബേർഡ് പാർക്ക് ഉണ്ടത്. നിസർഗതമാന്ന് തന്നെയാണ് ഈ ബാംബു ഫോറസ്റ്റ് അറിയപ്പെടുന്നത്. മെയിനായിട്ട് ഇവിടെ പറയുന്നത് ബാംബു ഫോറസ്റ്റ് എന്ന് പറയണം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എന്താ, ബേർഡ്സിനെയൊക്കെ കാണാം. ഓസ്ട്രിച്ച് അത് കൈക്കിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. കൈ അല്ലെങ്കിൽ വിരല് വെച്ചെടുത്തത് ഇങ്ങനെ അമ്മര് കടിച്ചാൽ പരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. ഇവിടെ ഉണ്ടോ ടിക്കറ്റ് എടുക്കണം? മോനെ ബാ ബാ ഇങ്ങോട്ട് വരുമോ? എന്റെ കൈ എടുത്തു. ബാ 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 എടുക്കാൻ പറ്റത്തില്ല. വിളിച്ചേ. എന്നാലും ഇവിടെ എല്ലാം മലയാളിയാണ്. എങ്കപ്പത്തനും മലയാളി. നമ്മളങ്ങനെ ബാംബു ഫോറസ്റ്റിൽ വേറൊരു സ്ഥലത്തോട്ട് വന്നിട്ടാ. ഫുള്ളിങ്ങനെ അരുവി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എടാ ഒന്ന് പിടിച്ച് ഉണ്ടോടങ്ങി കിട്ടത്തി. ഇതിലേ വാ. നല്ല തണുത്തോളം കുളിക്കാൻ തോന്നുന്നു. പാമ്പോടെ എവിടെ പോയി ഫോട്ടോ എടുത്തോ. അഡ്വഞ്ചർ ഉണ്ടോ അവിടെ?
ഇവിടെ പാമ്പിനെ കാണാനോ പാമ്പിനെ കാണാനോ വാ അങ്ങോട്ടാ വന്നേന്ന് കാണിച്ചാൻ പറഞ്ഞ കാണിച്ചത് അമ്മ കണ്ടെന്നിപ്പ എന്ത് പാമ്പാടാ കണ്ടാ എടാ വലിയ പാമ്പാണാ വലുതാണോ അല്ല ഫ്രണ്ടിൽ പോണ ആള് ഫോൺ കൊടുത്തിട്ട് വെക്കും ആണല്ലേ എന്നാലും കഴിഞ്ഞാ നീ പൊക്കോ എന്തിന് നമ്മൾ ടാപ്പായി ഇതൊക്കെ ചുരുളിയുടെ കളിയാ അപ്പൊ കാടിന്റെ മകൻ ആദ്യം പോട്ടെ പാമ്പ് 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 നമ്മൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ നല്ലൊരു വൈബിളൊരു പ്ലേസ് ആണ് അത്. ആ ഒരു ഫ്രെയിം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തിരിച്ചറിയണുണ്ടോ നല്ലൊരു സ്ഥലമൊക്കെ കണ്ടോ. തലക്കൂടി പോകുന്ന കരയില് പാമ്പെണ്ണാണ്ടിരുന്നാ എടാ ശ്രീലക്ഷ്മിയുടെ ബാക്കിലിട്, ശ്രീലക്ഷ്മിയുടെ ബാക്കിലിട്. എല്ലാരും പോ ഇവിടെ നിൽക്കണ്ട. ഒന്ന് പിടിച്ചോളോ. നാലാമത്തെ പോയിട്ടോ. എത്ര ഉണ്ടാ സൈസ്? അല്ല സാർ ഇത്ര വണ്ണുണ്ട്. വണ്ണുണ്ട്. ഒരെണ്ണം ഇവിടെ കൂടി പോയി. എന്ത് കളറായിരുന്നു? ബ്ലാക്ക്. വളരെയാണെങ്കിൽ മറ്റേ ഇതുണ്ടാവും റെക്കോർഡിംഗ് ആണ്. സ്കെയിൽസ് ഉണ്ടോ? സ്കെയിൽസ് ഒക്കെ മനസ്സിലാവും. സാറിവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 4 എണ്ണം വന്നിട്ട് ഒരെണ്ണത്തിന് പോയി നേരിട്ടില്ല. സങ്കടമായിട്ട് ഞാൻ ആൽബർട്ടും പാമ്പിനെ കാണാനൊക്കെ പോയത് കണ്ടില്ല. എന്നോടത്തില്ലടി ഞങ്ങൾക്ക് പോയപ്പോ ഇവിടെ ഞങ്ങൾ കണ്ടില്ല, പറഞ്ഞു കേട്ടോളൂ. A few minutes later. വീഡിയോ എടുക്കട്ടെ. കൈപ്പിടി ഓടിക്കോ. ഓടിയിട്ടുണ്ടാവും. കൊള്ളായിരുന്നു കേട്ടോ. വളരെ നല്ല ഓരോരോ പ്രാന്തുകൾ. വാ വാ. എല്ലാത്തിനെയും കിട്ടും. അതൊക്കെ കിട്ടും. വെറുതെ മെമ്മറീസ്. അയ്യോ. A few moments later. ചെറിയൊരു അടി.
ഇനി അങ്ങോട്ടോ അങ്ങോട്ടോ ഞങ്ങളെ കിട്ടണേ ബാബുവാ എടി നമ്മള് അയ്യേ സോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് 6:30-ക്ക് ശേഷം എൻ്റെ ക്യാമറ അന്ധനാണ്. 6 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഓഫ് സൺസെറ്റ് വൈബാണ്. ആ ടൈം ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേറൊരു മൂടാണ്. പക്ഷേ ഈ ഒരു ടൈം ഇവിടെ ബോട്ടിംഗ് ഇല്ല. 6 മണിക്ക് നിർത്തും 6 മണിക്ക് ബോട്ടിംഗ് ആക്ടിവിറ്റീസ് എടുത്തത് ചാട് ചാട്. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മനോഹരമായ ബാംബു ഫോറസ്റ്റിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്രണ്ട്സായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ചെറിയ രീതിയിലൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.